ഞങ്ങള് 2 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഞങ്ങൾ എടാപോട ടീമാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി, ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഒരു പോക്ക്. ഞാൻ സത്യം പറയട്ടെ, കൈയും കാലും വിറയ്ക്കും. പറഞ്ഞു ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ മതിയെന്ന്. ഞങ്ങള് 2 പേരെയും വേദിയിൽ വിളിച്ച് വരുത്തിയിട്ട് അശോകേട്ടനും ഞാനും നവാസും കൂടി നിന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു. അന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ 2 പേരെയും വിളിച്ചത് ഇതാണ് നിയാസ്, ഇയാളാണ് ജ്യേഷ്ഠൻ, ഇതാണ് നവാസ്, ഇങ്ങനെ ഇതൊക്കെ വ്യക്തമായി നമ്മൾ അത് നല്ല ഹിറ്റ് ആയതുമാണ്. ഇപ്പോഴും എന്നോട് ചോദിക്കും മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെയും ധിക്കറിയാതെ അലയുന്നുവോ, ആരാണി യാത്രയ്ക്കു ഭംഗം വരുത്തുവോ, ആരാണി കാറ്റിന്റെ ദിശ മാറ്റിയോ. ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കൊണ്ടാണ് നമ്മുടെ ഓരോ വീടും നിർമ്മിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 വർഷത്തെ വാറന്റിയാണ് നമ്മുടെ ഗ്യാരണ്ടി. ഇതുപോലൊരു വീടല്ലേ സർ ആഗ്രഹിക്കുന്നത്? ഇങ്ങനൊരു വീട് ആരാണ് ആഗ്രഹിക്കാത്തത്? ബേറ്റ് ഹോംസ് ഫോർ കേരളാസ് ലീഡിംഗ് ടെക് എനേബിൾഡ് ഹോം ബിൽഡർ. നിയാസിക്കാനും ഫാമിലി എല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഉമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയേണ്ടത് തീർച്ചയായിട്ടും പറയാതിരിക്കാൻ പറ്റില്ല, നവാസിക്കയുടെ വിശേഷങ്ങളും കൂടെ അല്ലേ. നവാസിക്കയും രഹനയും ഈടെ അവരുടെ മൂവിയുടെ പ്രൊമോഷന്റെ സമയത്ത് നമ്മുടെ ഓഫീസിൽ വന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്തിരുന്നു. അവരുടെ വിശേഷങ്ങളൊക്കെ അങ്ങനെ അറിഞ്ഞിരുന്നു. എന്നാലും അവരും ആലുവയിൽ തന്നെയാണ് താമസിക്കുന്നതെന്ന് അറിയാം. ഇവിടെ തൊട്ടടുത്താണോ അവരും? ഇവിടെ ഒരു 5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. സ്ഥലത്താണ് അവര്. എല്ലാവർക്കും എപ്പോഴും ഒരു കൺഫ്യൂഷൻ ഉള്ള കാര്യമാണ്, നവാസിക്കയാണോ നിയാസിക്കയാണോ മൂത്ത എന്നുള്ള കാര്യം. കാരണം നിങ്ങൾ 3 ആൺമക്കളാണെങ്കിലും ഞങ്ങളെ പോലത്തെ പബ്ലിക്കിന് അറിയാവുന്നത് നിങ്ങൾ 2 പേരാണല്ലോ ഫേമസ് ആയിട്ടുള്ളതും സെലിബ്രിറ്റി ആയിട്ടുള്ളതും. അപ്പൊ ഞങ്ങൾക്ക് കുറെ പേര് പറയും നവാസിക്കയാ മൂത്തതെന്ന്, കുറച്ച് പേര് പറയും നിയാസിക്ക. പക്ഷെ നിങ്ങളെ 2 പേര് എടുത്തു ഇതിലാരോ മൂത്തെന്ന് ഒരു രീതിയിലും മനസ്സിലാവില്ല. മൂത്ത നമുക്ക് നവാസാന്ന് വാസ്തവത്തിൽ മൂത്തതപ്പ നിയാസിക്കയാണെന്ന് ഇതോടെ മനസ്സിലായിട്ടുണ്ട്. സിനിമ ചിരിമ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം നമ്മുടെ മനോരമയില് ചെയ്തിരുന്നത്. സിനിമ ചിരിമ സിദ്ദിഖ് സാറാണ് അത് ചെയ്തത്. സിദ്ദിഖ് സാറിന്റെ ഒരു കോർഡിനേഷൻ ആയിരുന്നു അത്. അപ്പോ ഞങ്ങള് 2 പേരെയും വേദിയിൽ വിളിച്ച് വരുത്തിയിട്ട് അന്ന് ഹരിശ്രീ അശോകേട്ടനും ഞാനും നവാസും കൂടി നിന്നിട്ടാണ് കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പെർഫോം ചെയ്യുകയും ചെയ്തു. അന്ന് വളരെ വ്യക്തമായിട്ട് ഞങ്ങളെ 2 പേരെയും വിളിച്ചത് ഇതാണ് നിയാസ്, ഇയാളാണ് ജ്യേഷ്ഠൻ, ഇതാണ് നവാസ്, ഇങ്ങനെ ഇതൊക്കെ വ്യക്തമായി നമ്മൾ അത് നല്ല ഹിറ്റ് ആയതുമാണ്. ആ ഒരു എപ്പിസോഡ് കുറെ കണ്ടത് ആളുകള് ഇപ്പോഴും എന്നോട് ചോദിക്കും ആരാ ജ്യേഷ്ഠൻ. അത് നവാസ് പൊതുവെ വാപ്പാടെ ഒരു ഹൈറ്റാ, ഞാൻ കുറച്ച് ഉയരം കുറഞ്ഞ രീതിയിൽ ഉമ്മാടെ ഒരു പ്രകൃതാണ് എനിക്ക്. നവാസ് കുറച്ചും കൂടി ഹൈറ്റും ഒക്കെ ഉള്ളത് കൊണ്ടും പിന്നെ ഫീൽഡിലേക്ക് ആദ്യം വന്നത്, അതായത് കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ട് ആളുകൾ ആദ്യമേ അറിഞ്ഞു തുടങ്ങിയത് നവാസാണ്. നവാസ് അന്ന് കലാഭവനിൽ ഉണ്ടായിരുന്ന സമയത്ത് നവാസിന്റെ ഒരു കലാഭവൻ ടൂർ കേസറ്റ് അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. അങ്ങനെയാണ് ശരിക്കും നവാസ് എന്ന് പറയുന്ന ഒരു ആക്ടറിനെ ശരിക്കും കൂടുതൽ ആളുകൾ അറിയുന്നത്. യു എസ് എ ഒരു വേൾഡ് ട്രിപ്പ് ആയിരുന്നു അത്. അതിന്റെ ഒരു കേസറ്റൊക്കെ അന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. പിന്നെ നവാസ് സിനിമയിലേക്കും ആദ്യം സിനിമയില് വേഷങ്ങൾ ചെയ്തത് നവാസാണ്. നവാസ് എറണാകുളം ബേസ് ചെയ്താണ് അന്ന് നിന്നിരുന്നത്. നമുക്ക് കലാഭവനിൽ ഉള്ളത് കൊണ്ട്. ഉമ്മാടെ നാട് ഞാൻ പറഞ്ഞിരുന്നു, ഉമ്മാടെ നാട് പുല്ലേപ്പടിയാണ്. കലാഭവന്റെ ടൗൺ ഹാളിന്റെ ഇടയിലൂടെ ഉള്ള ആ ഒരു വഴിയാണ് ഉമ്മാടെ വീട്ടിലേക്ക് പോകുന്ന വഴി. അപ്പൊ നവാസ് അവിടെയാണ് കൂടുതലും എറണാകുളത്ത് ഉണ്ടായിരുന്നുകൊണ്ടും കൂടുതൽ സിനിമകൾ ആദ്യമേ ചെയ്തതൊക്കെ നവാസാണ്. അപ്പോ ഫസ്റ്റ് ഈ രംഗത്തേക്ക് വരുന്ന ഒരാളും പിന്നെ കാഴ്ചയിലും എന്നേക്കാൾ കുറച്ചും കൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ ഇയാളാണ് ജ്യേഷ്ഠൻ എന്നുള്ളത് എല്ലാവരും കൂടി അങ്ങോട്ട് ഫിക്സ് ചെയ്തതാ.
അപ്പൊ നവാസിക്ക് ഇടയ്ക്കെങ്കിലും വന്ന് പറഞ്ഞിട്ടില്ലേ മനുഷ്യൻ നിങ്ങൾക്ക് പ്രായമായി ഇനി ആരെങ്കിലും ഡൈ ഒന്നും ചെയ്യണ്ട ചേട്ടനായിട്ടങ്ങ് നിൽക്കും. ഞങ്ങള് 2 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഞങ്ങള് എടാപോട ടീമാണ്. ഒരു ഈ പറഞ്ഞ പോലെ ഒരു ജ്യേഷ്ഠൻ അനുജൻ അങ്ങനെ ഒരു റെസ്പെക്ട് ചെയ്തിട്ടുള്ള ഒരു സംഗതി, ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് ഞങ്ങളുടെ ഒരു പോക്ക്. അപ്പോ അതിന് മാത്രം പ്രായം വ്യത്യാസവും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഈ കണ്ടാലും ഞങ്ങളുടെ പെരുമാറ്റം കണ്ടാലും മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഇപ്പൊ എവിടെയെങ്കിലും പുറത്താണെങ്കിലും നവാസ എന്ന് വിളിക്കുള്ളൂ ഞങ്ങള്. അല്ലെങ്കിൽ വേറെ വല്ലവർക്കും ഇക്ക എന്നൊക്കെ വിളിക്കുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വിളിക്കുമ്പോ മനസ്സിലാവൂല്ലോ. ഇത് അതും മനസ്സിലാവില്ല. ഈ പ്രോഗ്രാമിന് പോണവർത്താണെങ്കിലും ഒക്കെ ആളുകൾക്ക് ഇത് ആരാണ്. എന്നാലും എന്തെങ്കിലും നവാസിക്ക് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഏയ് ഇല്ല. അവനെന്തിനാ അത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറയേണ്ട കാര്യമില്ലല്ലോ. അവനും കാണാൻ ചുള്ളനല്ലേ. അല്ല അതല്ല പറഞ്ഞ ചേട്ടനായിട്ട് നിക്കട്ടെ, എന്നെ കാണാൻ രണ്ടാമത് തോന്നട്ടെ, ഈ പറയുന്ന തെറ്റിദ്ധാരണ മാറ്റി കിട്ടുമല്ലോ അപ്പൊ. അങ്ങനെ ഓക്കെ. ഇനി നമുക്ക് മറിമായത്തിലെ വിശേഷങ്ങളും കൂടെ. മറിമായം ഇപ്പൊ എത്രയാ 14 വർഷം കഴിഞ്ഞു. ഞങ്ങളെ 2011 തുടങ്ങിയത്. എത്ര 14 വർഷം കഴിഞ്ഞ് ഇങ്ങനെ നമ്മളെ രസിപ്പിച്ചോണ്ടിരിക്കുന്ന ഒരു ഇതാണ്. എത്ര കണ്ടാലും നമുക്ക് മടുക്കില്ല, മതിയാവില്ല, പിന്നെയും പിന്നെയും ഇങ്ങനെ കാണാൻ തോന്നിക്കൊണ്ടേയിരിക്കും. അതിന്റെ ഷൂട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോഴും അല്ലേ? ഇവിടെ അപ്പൊ അതങ്ങനെ ഉണ്ട്. നമ്മുടെ അരൂര് മനോരമയുടെ സ്റ്റുഡിയോ ഉണ്ടല്ലോ, അവിടെയാണ് അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. സ്റ്റുഡിയോയിൽ ഒരു ഫ്ലോർ ഉണ്ട് നമുക്ക് ഓഫീസ് സീൻസും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അത് കൂടാതെ പിന്നെ സ്റ്റുഡിയോയുടെ പരിസരത്തുള്ള ചില സ്ഥലങ്ങളൊക്കെ എടുത്തിരിക്കുന്നത്. ഓക്കെ. ഞാൻ തൊട്ട് മുന്നേ ഇക്കയുടെ അടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ അന്നത്തെ രസങ്ങളുടെ ഭാവം ചെയ്യുമോ എന്ന് ചോദിച്ചിട്ട്, രസങ്ങൾ ചെയ്യുമോ. അപ്പൊ ഇക്ക അത് വേണ്ട, അത് കുറെ കഴിഞ്ഞു, അത് നീ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അല്ല, ചെയ്യില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ ഈ മീഡിയ വഴി വരുമ്പോഴേ അങ്ങനെ കുറെ പേര് കണ്ടിട്ടുള്ളത് കൊണ്ട് എന്നോട് പലരും റിക്വസ്റ്റ് ചെയ്തു അത് തന്നെ ഇങ്ങനെ കാണിക്കല്ലേ. എന്തായാലും ഇക്കനെ പോലത്തെ ഒരാളെ കിട്ടിക്കഴിയുമ്പോൾ ഇക്കയുടെ ഒരു പെർഫോമൻസ് എല്ലാരും എന്തായാലും ആഗ്രഹിക്കുന്നുണ്ടാവും. എന്തെങ്കിലും എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള. നമുക്ക് വർത്തമാനം പറയുന്നതിന്റെ ആ ഒരു രീതി ഒന്ന് മാറ്റി പിടിക്കാം. വേറൊന്നല്ല, ഞാൻ ഈ സ്ലാങ് ഇങ്ങനെ മാറ്റി പറയാൻ ശ്രമിക്കാറുണ്ട്. നമ്മുടെ മറിമായത്തില് പല ക്യാരക്ടേഴ്സും ഈ പറഞ്ഞ പോലെ 14 വർഷം ഇങ്ങനെ തുടർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഗ്രാം നമ്മൾ പറഞ്ഞല്ലോ. അപ്പൊ അതില് ഓരോ എപ്പിസോഡിലും വ്യത്യസ്ത ക്യാരക്ടേഴ്സാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ ക്യാരക്ടേഴ്സിന്റെ ചേഞ്ച് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ രൂപങ്ങൾ മാറ്റും, നമ്മുടെ സംസാര ശൈലി മാറ്റും, നമ്മുടെ ബിഹേവിങ് സ്റ്റൈല് മാറ്റും, ഓരോ പ്രായങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ്, അങ്ങനെ പല രീതിയിലും പിടിച്ചു നോക്കും. അപ്പൊ അതിൽ എനിക്ക് ഒരു കുറച്ചും കൂടി ഗുണം തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാല്, ഞാൻ ഈ സ്ലാങ് മാറ്റി പറയുന്നതുകൊണ്ട് അങ്ങനെ കുറെ രക്ഷപ്പെടാം. ഈ പാലക്കാടൻ സ്ലാങ് ഞാൻ അതിൽ കുറെ ക്യാരക്ടേഴ്സിന്, ശീതളൻ എന്നുള്ള ക്യാരക്ടറും കോയ എന്നുള്ള ക്യാരക്ടർ, അങ്ങനെ 2 ക്യാരക്ടർ ഞാൻ അതിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മുസ്ലിം ക്യാരക്ടേഴ്സ് വരുമ്പോ ഞാൻ കോയയാവും. അതല്ലാതെ ഹിന്ദു ക്യാരക്ടേഴ്സ് ഒക്കെ അല്ലെങ്കിൽ ഒക്കെ വരുമ്പോ ഞാൻ ശീതളനാവും. അപ്പോ ഈ അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ ഇതിന് ഉപയോഗിക്കുന്ന ഒരു ട്രിക്ക് എന്ന് പറയുന്നത് ഈ സ്ലാങ് മാറ്റിപ്പിടിക്കലും, വേഷഭൂഷാദികളൊക്കെ മാറിയാലും അതിന്റെ കൂട്ടത്തിൽ ഈ സ്ലാങ് മാറ്റിപ്പിടിക്കാറുണ്ട്. അപ്പൊ സ്ലാങ് ഇങ്ങനെ കേൾക്കാനും ഇഷ്ടമാണ് ആൾക്കാർക്ക്, ഈ പല സ്ഥലത്തുള്ള സ്ലാങ്. എനിക്ക് കുറെ പറയാൻ കിട്ടിയില്ലെങ്കിലും അതൊന്ന് നമുക്ക് ഇങ്ങനെ പറയാം. ഞാൻ കുറച്ചു നേരം പാലക്കാട്ടുകാരനാവാം. അപ്പൊ കാര്യങ്ങൾ ചോദിച്ചോ, ഞാൻ പാലക്കാട് സ്ലാങ്ങിലാണ്ട് പറഞ്ഞോളാം. ആണോ? അപ്പൊ പാലക്കാട് മാത്രമല്ലോ, വേറെ ഒന്നുമില്ലേ? അതാകും ആദ്യം പാലക്കാട് എന്ന് പറഞ്ഞാൽ ആദ്യം പാലക്കാടുള്ള കാര്യങ്ങൾ പറയാം നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ ഏതാൻസ് പറയാലോ. ഞാൻ ഇവിടെ തന്നെ ഇരിക്കല്ലേ. ആണല്ലേ? ഓ, അപ്പൊ പാലക്കാട് അങ്ങോട്ടും പോവാം ഇങ്ങോട്ടും പോവാം, എവിടേക്ക് വേണമെങ്കിലും പോവാ. അതിലൊന്നും നമുക്ക് യാതൊരു കുഴപ്പമില്ല. ഇങ്ങനെയൊക്കെ ഏതെങ്കിലും സ്ലാങ് പറഞ്ഞ് ഇവരാരെങ്കിലും ഒക്കെ പറ്റിച്ചിട്ടുണ്ടോ ഫോൺ ചെയ്ത്? ഉണ്ടല്ലേ? ഈ ടീമൊക്കെ മൊത്തത്തിൽ ഇങ്ങോട്ട് പറ്റിക്കുന്ന ടീമാണ്. ഓരോറ്റടത്തിന് വിശ്വസിക്കാൻ പറ്റില്ല. അതല്ല, ലൊക്കേഷനിലേ ചിലപ്പോ ഞങ്ങൾക്ക് കോസ്റ്റ്യൂം ഒക്കെ മാറ്റിയിട്ട് ഇരിക്കായിരിക്കും. അപ്പൊ ഞാൻ ചിലപ്പോ എന്തെങ്കിലും സീരിയസ് കാര്യത്തിന് വിളിക്കുമ്പോണ്ടല്ലോ, ഏതെങ്കിലും ഒരു ലാംഗ്വേജിൽ വിളിക്കും, എനിക്കിങ്ങനെ ഞാൻ ചിലപ്പോ മലയാളം തന്നെ ഉണ്ടാവുള്ളൂ. സ്ലാങ് ഏതെങ്കിലും
ഞാൻ ചിലപ്പോ ആ ക്യാരക്ടറായിട്ട് അത് അവിടെ ഇരുന്നിട്ട് ഞാൻ എന്തെങ്കിലും അത്യാവശ്യത്തിന് വിളിക്കായിരിക്കും. ചിലപ്പോ ഇവിടെ വിളിക്കുന്ന സമയത്ത് ഞാൻ വല്ല തൃശ്ശൂർക്കാരനായിട്ടാ നിൽക്കുന്നത്, എന്തുണ്ണ എന്നൊക്കെ ചോദിക്കും. എന്തുകൊണ്ട് നിനക്ക് വേണ്ട പറയിച്ചങ്ങാതി എന്തുകൊണ്ട് ഇഷ്ടേ എന്നൊക്കെ ചോദിക്കും. അവള് ചിലപ്പോ എന്തെങ്കിലും ഒരു സംഗതി ബില്ലടക്കേണ്ട കാര്യമായിരിക്കും വന്ന് ഓക്കെ. അതേപോലെ ഇനിയും ഇക്കനെ കുറിച്ച് അറിയാവുന്ന വേറൊരു കാര്യം, ഇക്ക ആ ഹട്ടിൽ പോയിരിക്കുമെന്ന് പറഞ്ഞു കുറച്ച് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയൊക്കെ. പക്ഷെ വെറുതെ അങ്ങനെ ഒരു ഹട്ടിൽ ഒരാളും പോയിരിക്കില്ല. അവിടേതായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഥ എഴുതുകയോ കവിത എഴുതുകയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുതിയതായിട്ട് നമ്മൾ നാടകങ്ങളിൽ ഇതാണെങ്കിലോ അല്ലെ ഡയലോഗ്സ് നിങ്ങൾക്ക് ഇതിനകത്ത് വേണ്ട സ്ക്രിപ്റ്റിംഗ് കുറച്ച് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സ്പേസ്. എഴുത്ത് പരിപാടികളുണ്ട്. ആ കവിത എന്ന് പറഞ്ഞാല് അല്ല, അത് ഞാൻ എന്റെ സത്യാവസ്ഥ ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ള സംഗതി തന്നെയാണ്. എനിക്ക് അക്ഷരത്തെറ്റ് ധാരാളം ഉണ്ടാവാറുണ്ട്. മലയാളം എഴുതുമ്പോ തന്നെ അക്ഷരത്തെറ്റ് ധാരാളം ഉണ്ടാവാറുണ്ട്. അപ്പൊ അത് എന്താ വെച്ചാൽ കുറെ നമ്മളിതൊന്നും ഇങ്ങനെ വിട്ട് പോകുമ്പോ എഴുത്തില്ല അല്ലെങ്കിൽ വായനയില്ല ഇതൊക്കെ കുറയുമ്പോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഇങ്ങനെ ഡൗട്ട് തോന്നും, ഒരു സംശയമാണ്. അത് ചിലപ്പോ ശരിയായിരിക്കും, പക്ഷെ എഴുതാൻ നമുക്ക് ഇത് ഇത് തന്നെ അല്ലേ, ഈ ധാന്ന് തന്നെ അല്ലേ, അല്ലെങ്കിൽ ധാന്നാണോ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സംശയം വരും. പല വാക്കുകളും അങ്ങനെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ ഇത് നമ്മൾ എഴുതി കഴിയുമ്പോ നമ്മള് നമ്മുടെ സുഹൃത്തുക്കള് അല്ലെങ്കിൽ ചില ആളുകള്, അറിവുള്ള ആളുകള് എന്ന് പറഞ്ഞാൽ ഭാഷാ പരിജ്ഞാനമുള്ള ആളുകള്, അവരുടെ കയ്യിലെത്തുമ്പോ നിയാസെ ഇതിന് അക്ഷരം ഇങ്ങനെയാണ് വേണ്ടത് കേട്ടോ അല്ല ഇങ്ങനെ. അപ്പൊ എനിക്ക് അക്ഷരത്തെറ്റ് തിരുത്തി തരാൻ മാത്രമായിട്ട് ഒരു ടീം ഉണ്ടെന്നോ, ഒരാളുണ്ട്. അതായത് വേണുദാസ് സ്വാമിജി, അദ്ദേഹം പാരീസിലാണ്. അദ്ദേഹം ഒരു ഭാഷാ പണ്ഡിതനാണ്, സന്യാസിയാണ്. അപ്പോ നന്നായിട്ട് വായിക്കുകയും എഴുതുകയും കവിതകൾ ഒക്കെ ചെയ്യും. നമ്മളെ ഈ നിരൂപണത്തിനും നല്ല ശേഷിയുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹത്തിനെയാണ് ഞാനിത് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നത്. പിന്നെ എൻ്റെ ചില സുഹൃത്തുക്കൾ, നാട്ടില് ചില സുഹൃത്തുക്കളുണ്ട്, അയച്ചു കൊടുക്കുമ്പോൾ അദ്ദേഹമാണ് ഇതിൻ്റെ ഈ വാക്കുകളൊക്കെ പലതും തിരിക്കുന്നത്. നമുക്ക് മലയാളം ആയതുകൊണ്ട് നമുക്കതെല്ലാം അറിയാമെന്നുള്ളൊരു ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. പലതും നമുക്കറിയില്ല. മലയാള ഭാഷയിൽ പല വാക്കുകളും ചിലപ്പോൾ നമ്മൾ എഴുതുമ്പോൾ തെറ്റും. ചുരുക്കം ഞാനൊരു കാര്യം പറയാം. ഇന്നിപ്പോ വയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ യാന്ന് ഉപയോഗിച്ചിട്ട് വരുന്ന ഇതില്ലേ, കാ യാ അങ്ങനെ വരുന്ന വാക്കുകൾ ഉണ്ടല്ലോ. ആ വാക്കുകളിൽ യാ ഉപയോഗിക്കുന്നത് എവിടെയാണെന്ന് നമുക്ക് സംശയമാണ്. അതെ, അത് എല്ലാ വാക്കുകൾക്കും വേണോ? വേണ്ട. ഇപ്പൊ വാക്കുകൾ യാ വേണ്ട. വയ്ക്കാം എന്ന് പറയുമ്പോൾ അവിടെ യാ വേണം. അത് എങ്ങനെ നമ്മൾ തിരിച്ചറിയും? അത് സൗണ്ട് ചെയ്യുന്ന രീതിയിൽ നിന്നും അല്ല, എഴുതുമ്പോ എങ്ങനെ തിരിച്ചറിയുന്നോ? മനസ്സിലായില്ല. എഴുതുമ്പോ ഇപ്പോ നമ്മള് അതിനുള്ള ഒന്ന് രണ്ട് വാക്കുകൾ പറയാ. അങ്ങനെ കാഴ്ചവെപ്പ് അല്ല, വെപ്പല്ല, കായ ആണ്. ഇപ്പോ അകാരം വരുമ്പോ അതിന് യാ ഉപയോഗിക്കണ്ട. ഇപ്പോ എന്തെന്നാ വീട് കായുടെ മേളിലാണല്ലോ യാ എഴുതുക. ഇപ്പോ കുടിക്കാം എന്നുള്ളതിന് ഇപ്പോ ഇടി കാം എന്നുള്ള സാധനം വരുമ്പോ അകാരം വന്നില്ലേ, വേണ്ട. അത് അകാരം നമുക്ക് ഉച്ചാരണം അകാരം വരുന്ന സമയത്താണ് നമ്മള് യാ വെക്കാത്തത്. അല്ല, ഇകാരം വരുമ്പോ, ഇകാരമുള്ളടത്ത് നമുക്ക് യാ വേണ്ട. അകാരം വരുന്നിടത്താണ് യാ വെക്കുന്നത് വേണ്ടത്. അത് ഇത്ര സമയം കഴിഞ്ഞിട്ട് ഇക്കയ്ക്ക് പറഞ്ഞ ഇപ്പോഴാണ്. അല്ല, ഇത് പറഞ്ഞു തന്നപ്പോഴാണ് എനിക്ക് അറിഞ്ഞത്. നമ്മൾ എഴുതി കൊടുക്കുമ്പോ നമ്മൾ എഴുതുമ്പോ നമുക്ക് തിരിച്ചറിയണ്ടേ, നമുക്ക് എഴുതുമ്പോ നമുക്കത് അറിയണ്ടേ എവിടെയാണ് ആ യാ വെക്കേണ്ടത് നമുക്ക് അറിയണ്ടേ. അതിന്റെ കുറച്ച് വേർഡുകൾ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ നമുക്കത് കറക്റ്റ് മനസ്സിലാവും. പൂ കായ്ക്കുന്നു
എന്ന് വെച്ചു വിചാരിച്ചോ, കായ്ക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ കാ എന്നാണല്ലോ വരുന്നത്, അതിന് കായ്ക്കുന്നു എന്നാണ്. അതുകൊണ്ട് കാ കഴിഞ്ഞിട്ട് യാ ഉപയോഗിച്ചിട്ടാണ് ക്കുന്നു, കായ്ക്കുന്നു. ഇത് അതിന്റെ തന്നെ ഇകാരം വരികയാണെങ്കിൽ അവിടെ യാ വേണ്ട. ആ, അപ്പോ അതിനുള്ളൊരു വേർഡ് എന്താ പറയാ, ഇകാരം വരുന്നത് അല്ലല്ല, കാക്കുന്നു, നിങ്ങളെ കാത്തു നിൽക്കുന്നു, കിതയ്ക്കുന്നു. കിതയ്ക്കുന്നു എന്നുള്ളതിനും യാ വേണം. ദാ കഴിഞ്ഞിട്ട് അകാരാണ് വരുന്നത്. കിതയ്ക്കുന്നു. ആ, പതിക്കുന്നു വേണ്ട, എന്നാണ് വരുന്നത്. പതിക്കുന്നു. ഓൾറെഡി ഉള്ളത് കൊണ്ട് യാ വേണ്ട. അപ്പൊ മനസ്സിലായി. പതയ്ക്കുന്നു വേണം, താ കഴിഞ്ഞിട്ട് യാ വേണം. പതയ്ക്കുന്നു. അപ്പൊ എന്താ വെച്ചാ താ എന്നാണ് വരുന്നത്, അകാരാണ് വരുന്നത് താടെ. ഇതാണ് അതിന്റെ ഈ വ്യത്യാസം. അകാരം വരുമ്പോഴാണ് യാ ഉപയോഗിക്കേണ്ടത്, അല്ല ഇകാരം വരുമ്പോഴാണ് യാ ഉപയോഗിക്കേണ്ടത്. അകാരം വരുമ്പോ വേണം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്ന ഒരു കാര്യമല്ല. നോർമലി പല ആൾക്കാർക്കും അറിയില്ല. ഞാൻ ചോദിച്ച മിക്ക ആൾക്കാർക്കും അറിയില്ല. അതെങ്ങനെയാ എല്ലാത്തിനും അങ്ങോട്ട് എഴുതുന്നു, അത്രേ ഉള്ളൂ. എങ്ങനെയാ എഴുതി വന്നതിന്റെ പേരിൽ എഴുതുന്നു. പക്ഷെ ഇതിന്റെ ശരിയായിട്ടുള്ള വശം അറിയാതെയാണ് നമ്മളത് ചെയ്യുന്നത്. ഇത് അറിവുള്ളവര് പറഞ്ഞു തരും. ഇത് എനിക്ക് ഇത്തരം സംഗതികൾ നമ്മൾ എഴുതി തുടങ്ങിയപ്പോ ഇതൊക്കെ അയച്ചു കൊടുക്കുമ്പോഴാണ് ഇത്തരം ചില സംഗതികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതൊരു വലിയ ഗുണമാണ്. അല്ലാണ്ട് എന്റെ കവിത ഗംഭീരായിട്ടല്ല. ഒരുപാട് കവിതകൾ എഴുതാറുണ്ട്. ഇല്ല ഇല്ല, വളരെ വളരെ എനിക്ക് ഒരു തോന്നുന്ന ചില അപൂർവം ചില സമയങ്ങളിൽ ഒരു മൂഡ് തോന്നുന്ന, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ഒരു ഒരു കണക്ഷൻ കിട്ടിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീം കിട്ടിയാൽ അപ്പോഴാണ് എഴുതുന്നത്. അപ്പൊ ഏകദേശം എത്ര കവിതകൾ ഇപ്പൊ എഴുതിയിട്ടുണ്ടാവും? ഇപ്പൊ ഒരു 10-30 എണ്ണൊക്കെ എന്തായാലും ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. പിന്നെ കവിത എഴുതുന്ന പരിപാടി ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ എഴുതാതിരിക്കുമ്പോ ചിലപ്പോ പെട്ടെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ചില സമയത്ത് സാഹിത്യ ഭാഷ ഒന്നും ഉണ്ടായിട്ടൊന്നല്ല, നമുക്കറിയാവുന്ന ഭാഷയില് നമുക്കറിയാവുന്ന ആശയം എഴുതി വെക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നിയാസിക്കയുടെ കവിതയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. അല്ല, അപ്പൊ ഞാനത് പറഞ്ഞല്ലോ, ഇതിന്റെ ഒരു ആമുഖം ഇങ്ങനെ കുത്തിക്കുറിക്കലുണ്ട്. അത് ഇങ്ങനെയുള്ള ഒരു കാര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ കണക്കാക്കിയാ മതി. അപ്പൊ അതിപ്പോ ഞാനൊരു സാധനം മൊബൈൽ എടുത്തതാ, കവിത ചൊല്ലാൻ പോവാണ്. ഇപ്പൊ ഞാൻ ഒന്ന് ജസ്റ്റ് ചില സാധനങ്ങള്. അതിപ്പോ ലാസ്റ്റ് എഴുതിയ കവിതയാണോ അതോ നേരത്തെ? ഇപ്പൊ ലാസ്റ്റ് എഴുതിയത് ഞാൻ ചൊല്ലാം. ഓക്കെ, ശരി. ഷോർട്ട് പോയം ഒന്ന് ചെല്ലാട്ടോ. ഒരു ചില കുഞ്ഞു 4 വരികളുടെ ഒക്കെ എഴുതാറുണ്ട്. അതൊന്ന് ആക്കാം. ടൂണൊന്നും ഇല്ല കേട്ടോ, എഴുതി വെച്ചത് ചെല്ലാണ്. ചിലർ ചിലത് നമ്മിൽ നിന്ന് പഠിക്കും, ചിലർ ചിലത് നമ്മെ പഠിപ്പിക്കും. ചിലർ ചിതയാവോളവും ചിലർ ചിതലാവോളവും ഒന്നും പഠിക്കില്ല. ഇക്കൊന്ന് ട്രൈ ചെയ്ത് ചെറുതായിട്ട് കവിത ചൊല്ലുന്ന പോലെ ഒന്ന് ചൊല്ല. അയ്യോ, അതങ്ങനെ ചെല്ലുന്നതല്ല. ഇല്ല, അതങ്ങനെ ഞാൻ ചൊല്ലാനായിട്ടുള്ള ഒരു സാധനം വേറെ, കവിത പോലെ ചൊല്ലുന്നത് വേറെ. അത് ആ 4 വരിയുള്ളൂ കേട്ടോ. വേറൊരു ഇത് ഞാൻ ചൊല്ലാം. ഇത് ഞാനിപ്പോ അടുത്ത് എഴുതിയൊരു സംഗതി. അതായത് ഈ അടുത്ത കാലത്ത് നമ്മുടെ മലയാള സിനിമകളിൽ ഒരുപാട് ചർച്ചകൾ നടന്നിരുന്നു മലയാള സിനിമയെ കുറിച്ച്. അതായത് മുഴുവൻ വയലൻസ് ആണ്, നമ്മള് എന്താണ്, ഏത് തരത്തിലുള്ള ഒരു പ്രചോദനമാണ് പ്രേക്ഷകർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്, നിരന്തരമായിട്ട് അത്തരം സിനിമകൾ ഇറങ്ങുന്നതിന്റെ കാരണം എന്താണ്? സിനിമ നോർമലി വിജയിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ സിനിമ എന്ന് പറഞ്ഞാൽ സിനിമ ആളുകൾ കണ്ട് വിജയിക്കണം സിനിമ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കുട്ടികളുടെ ടേസ്റ്റ് അല്ലെങ്കിൽ അവരുടെ താല്പര്യം ഈ പറഞ്ഞ മാതിരി അങ്ങനെയൊക്കെ വിചാരിച്ച് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. പക്ഷെ നിരന്തരമായിട്ട് അത്തരം സിനിമകൾ വരുന്നത് നമ്മുടെ സമൂഹത്തില് സിനിമയും ചില മാറ്റങ്ങൾ ഉണ്ടാക്കുമല്ലോ. എല്ലാ മാധ്യമങ്ങളെയും പോലെയും സിനിമയും നമ്മുടെ ഒരു സ്ഥിരം നമ്മളെ ആളുകളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മാധ്യമമായതുകൊണ്ട് തുടർച്ചയായിട്ട് അത്തരം സിനിമകൾ ഇങ്ങനെ വരുന്നത് ആളുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമ്പാക്ട് ഉണ്ടാക്കിയേക്കാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതിയ ഒരു കുറച്ച് വരികളാണ്. സിനിമ ബേസ് ചെയ്തിട്ടല്ല, നമ്മുടെ ചിന്തയെ ബേസ് ചെയ്തിട്ട്. അതിന് ഞാനിങ്ങനെ കേട്ടറിഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ കൃഷ്ണൻ തെളിക്കുന്ന 5 കുതിരകളും
തേരും അതിനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സിംബോളിക് ഒരു ഇതാണെന്നും അതിൻ്റെ ശരിയായിട്ടുള്ള ആശയം എന്ന് പറയുന്നത് ഈ 5 കുതിരകൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണെന്നും ആ പഞ്ചേന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടുവന്നവനാരോ അവനാണ് കൃഷ്ണൻ എന്നും ആ തേര് ആണ് മനസ്സ് എന്നും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കറിയാം. അതിനെ ബേസ് ചെയ്തിട്ടാണ് പഞ്ചേന്ദ്രിയങ്ങളും പഞ്ചഭൂതങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഞാൻ നമ്മളെ മനനം ചെയ്ത് നമ്മളെ മാറ്റുക, നമ്മളിലൊരു തിരിച്ചറിവ് ഉണ്ടാവുക എന്നുള്ളൊരു സംഗതി വെച്ചിട്ടാണ് എഴുതിയത്. അത് നമുക്ക് മുൻപേ സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത് അല്ലേ. അത് സിനിമയാണെങ്കിലും സാഹിത്യമാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കലാരംഗത്ത് മാത്രമല്ല ഏതൊരു കാര്യത്തിലാണെങ്കിലും നമുക്ക് മുൻപേ സഞ്ചരിച്ചവരെ കണ്ടാണല്ലോ. മുൻപേ പറക്കുന്ന പക്ഷികൾ നമ്മൾ പറയും അല്ലെ, നമ്മുടെ വഴികാട്ടികൾ. അവരെന്താണോ നമുക്ക് തരുന്നത് അതിലൂടെ ആയിരിക്കും അടുത്ത സമൂഹം അല്ലെങ്കിൽ അടുത്ത ജനറേഷന്റെ സഞ്ചാരം. അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ എഴുതിയൊരു സാധനമാണ് സാരഥിയോട് എന്നാണ് അതിന്റെ പേര്. മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെയും ധിക്കറിയാതെ അലയുന്നുവോ, ആരാണി യാത്രയ്ക്കു ഭംഗം വരുത്തുവോർ, ആരാണി കാറ്റിന്റെ ദിശ മാറ്റിയോർ. മുൻപേ പറക്കുന്ന പക്ഷികളൊക്കെയും ധിക്കറിയാതെ അലയുന്നുവോ, ആരാണി യാത്രയ്ക്കു ഭംഗം വരുത്തുവോർ, ആരാണി കാറ്റിന്റെ ദിശ മാറ്റിയോർ. കണ്ടതും കേട്ടതും തൊട്ടു രുചിച്ചതും ശ്വാസത്തിലാകെയും ചോര മണക്കുന്നു, അശ്വങ്ങളൊക്കെയും ദിശ തെറ്റിപ്പായുന്നു, കൃഷ്ണാ നീ കടിഞ്ഞാൺ മുറുകെ പിടിക്കൂ. കണ്ടതും കേട്ടതും തൊട്ടതും രുചിച്ചതും ശ്വാസത്തിലൊക്കെയും ചോര മണക്കുന്നു, അശ്വങ്ങളൊക്കെയും ദിശ തെറ്റിപ്പായുന്നു, കൃഷ്ണാ നീ കടിഞ്ഞാൺ മുറുകെ പിടിക്കൂ. എയ്യുന്നൊരമ്പുകൾ പിഴച്ചു പോകെ യുദ്ധം ജയിക്കല സാധ്യമല്ലോ, സത്യവും നീതിയും ധർമ്മവും ജയിക്കട്ടെ, അധർമ്മികളീരണ ഭൂമിയിലൊടുങ്ങട്ടെ. സത്യവും നീതിയും ധർമ്മവും ജയിക്കട്ടെ, അധർമ്മികളീരണ ഭൂമിയിലൊടുങ്ങട്ടെ. ബാല്യകൗമാര ചിന്തക്കകം പൊരുൾ അറിയാതെയുഴലുന്നു രാജസിംഹാസനം, ബാല്യകൗമാര ചിന്തക്കകം പൊരുൾ അറിയാതെയുടലുന്നു രാജസിംഹാസനം. ചോരമണക്കുന്നു തെരുവുകൾ സൃഷ്ടിച്ചു സംഹാര താണ്ഡവമാടുന്നു കലിയുഗം, ചോരമണക്കുന്ന തെരുവുകൾ സൃഷ്ടിച്ചു സംഹാര താണ്ഡവമാടുന്നു കലിയുഗം. ശരവേഗം പായും ഈ യുവത്വത്തിനശ്വങ്ങൾ തേരാളിയാം നിൻ കരങ്ങളിൽ നിന്നും, കടിഞ്ഞാൺ ഭേദിച്ച ലക്ഷ്യമീ വീതിയിൽ മോഹചാബല്യ ചുഴികളിലാണ്ടുപോയി. ശരവേഗം പായും ഈ യുവത്വത്തിനശ്വങ്ങൾ തേരാളിയാം നിൻ കരങ്ങളിൽ നിന്നും, കടിഞ്ഞാൺ ഭേദിച്ച ലക്ഷ്യമീ വീതിയിൽ മോഹചാബല്യ ചുഴികളിലാണ്ടുപോയി. അന്യന്റെ തലയറുത്താഘോഷമാക്കുന്ന കുടില ചിന്തക്കടിത്തറ പാകിയോർ, ആരാന്റെ ഭാണ്ഡത്തിൽ അന്നം തിരയുന്ന നെറികെട്ട സിദ്ധാന്തം ചൊല്ലിക്കൊടുത്തവർ. അന്യന്റെ തലയറുത്താഘോഷമാക്കുന്ന കുടില ചിന്തക്കടിത്തറ പാകിയോർ, ആരാന്റെ ഭാണ്ഡത്തിൽ അന്നം തിരയുന്ന നെറികെട്ട സിദ്ധാന്തം ചൊല്ലിക്കൊടുത്തവർ. വേലി വിളതിന്നുമീ ദുഷിച്ച കാലത്തിൽ അധികാരപീഠത്തിനാർത്തി കാട്ടുന്നവർ, ആരാണി യാത്രയ്ക്ക് ഭംഗം വരുത്തുവോർ, ആരാണി കാറ്റിന്റെ ദിശ മാറ്റിയോർ. യുദ്ധധർമ്മങ്ങൾ മറന്നാരൊക്കെയോ കൊടിയ വിഷം തുപ്പി മറഞ്ഞിരിക്കുന്നു, അവർക്കായി സ്തുതി പാടിയുണരുമീ ലോകം വിജയിച്ചു പോകയാൽ കഷ്ടം. യുദ്ധധർമ്മങ്ങൾ മറന്നാരൊക്കെയോ കൊടിയ വിഷം തുപ്പി മറഞ്ഞിരിക്കുന്നു, അവർക്കായി സ്തുതി പാടിയുണരുമീ ലോകം വിജയിച്ചു പോകയാൽ കഷ്ടം.
എന്നിൽ അശ്വങ്ങളാകയും കൃഷ്ണ ശുദ്ധി കലശത്താൽ പ്രകാശിതമാക്കേണം, തെന്നലാൽ തഴുകി ശാന്തമാക്കിയിടണം, ജ്വലിക്കും അഗ്നി പോൽ പടക്കളം താണ്ടണം. മണ്ണിനും വിണ്ണിനും സാക്ഷിയായി കൃഷ്ണ അധർമ്മത്തിനെതിരെ ഞാൻ തൊടുക്കും ഒരമ്പുകൾ മോക്ഷലബ്ധിക്കുതകുമാറാക്കണം. കൃഷ്ണ നീ അടി ഞാൻ മുറുകെ പിടിക്കൂ, കുതിക്കുമീ തേരിഞ്ഞു നേർവഴിയേകൂ. കൃഷ്ണ നീ കടിഞ്ഞാൺ മുറുകെ പിടിക്കൂ, കുതിക്കുമീ തേരിഞ്ഞു നേർവഴിയേകൂ. അങ്ങനെ സാധനം. സൂപ്പർ. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്പെഷ്യൽ ഹോം ടൂറിനെ കൂടുതൽ സ്പെഷ്യൽ ആക്കിയതാണ് നിയാസിക്കയുടെ തമാശകളും ഓരോന്നും നമ്മളിങ്ങനെ കണ്ടുവന്നിട്ടേ. ഇങ്ങനെ ഒരു കവിത ഇതാദ്യമാണ് നിയാസിക്കയുടെ അടുത്തുനിന്ന് കേൾക്കാൻ പറ്റിയത്. ഒരുപാട് സന്തോഷമുണ്ട് ഇക്ക. ഇനി ഒരേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. ഇക്ക ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമാകാൻ ഇക്കയ്ക്ക് പറ്റിയിട്ടുണ്ട്. ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ടല്ലോ. അതില് ഇക്ക ഇഷ്ടം എന്ന് പറഞ്ഞ നമ്മുടെ ദിലീപ് ഏട്ടന്റെ സിനിമയില് ഇക്ക ചെയ്ത കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട, എന്താ പറയാ, വളരെ അതെ നല്ലൊരു കഥാപാത്രമായിരുന്നു. പക്ഷെ ആ കഥാപാത്രത്തിന് വേണ്ടിയിരുന്ന ഒരു ഇമ്പോർട്ടൻസ് അല്ല, ഒരു പബ്ലിസിറ്റി. ആ സിനിമ ഇറങ്ങിയ സിനിമ നല്ല ഹിറ്റായിരുന്നു. പക്ഷെ ഇക്കയുടെ ഒരു കഥാപാത്രം വിചാരിച്ച പോലെ ശ്രദ്ധിക്കപ്പെട്ടില്ലാന്നോ, ഇക്കയ്ക്ക് ആ ഒരു പബ്ലിസിറ്റി കിട്ടിയില്ലാന്നോ, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം അത് അന്ന് അങ്ങനെ വേണമല്ലോ കാണാൻ. കാരണം നമ്മൾ ഒരു സിനിമയും ചെയ്ത് ഹിറ്റാക്കിയിട്ടുള്ള ആളോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ചാൻസ് ഒന്നും കിട്ടിയിട്ടുള്ള ഒരു സമയമല്ല. ഞാൻ ആദ്യം മുഖം കാണിച്ചത് ഭരതേട്ടന്റെ വെങ്കലം എന്നുള്ള സിനിമയിലാണ്. അത് അന്ന് സെറ്റിൽ ഞാനും നവാസൊക്കെ പോയി സിനിമ ഷൂട്ട് കാണാൻ പോയതാണ്. അവിടെ അന്ന് ഭരതേട്ടൻ വാപ്പാടെ ഇന്റിമേറ്റ് ആയതുകൊണ്ട് അവിടെ സെറ്റിൽ ഞങ്ങൾ ഭരതേട്ടനെ പോയി കണ്ടപ്പോൾ എല്ലാവരെയും, മുരളിച്ചേട്ടനും അന്ന് ഉർവശി ചേച്ചി, മനോജ് കെ ജയൻ, അങ്ങനെ ഇവരെല്ലാവരും ഉള്ള സെറ്റിൽ ഞങ്ങളെ ഭരതേട്ടൻ തന്നെ അവർക്ക് പരിചയപ്പെടുത്തി. ഞങ്ങളെ കൊണ്ട് അന്ന് മോണാക്റ്റൊക്കെ അവതരിപ്പിച്ചു. ഞങ്ങൾ അങ്ങനെ അവിടെ ഞാനും നവാസും കൂടി സ്കിറ്റൊക്കെ ചെയ്ത് ഭയങ്കര അപ്രിസിയേഷനൊക്കെ ഏറ്റുവാങ്ങി. അങ്ങനെ ഭരതേട്ടൻ പറഞ്ഞ് നിങ്ങൾ വാ, ഇങ്ങനെ ഒരു ദിവസം വായോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് ചെന്നപ്പോൾ ഞങ്ങൾക്കൊരു വേഷം കിട്ടി. അങ്ങനെ സത്യത്തിൽ ഭരതേട്ടൻ്റെ സിനിമയിലാണ് ഈ ഇത്രയും വലിയൊരു വെള്ളിത്തിരയിലേക്ക് ഞാൻ ആദ്യം എൻ്റെ മുഖം കാണിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണ്. കാരണം ഭരതൻ എന്ന് പറയുന്ന ലെജൻഡായിട്ടുള്ള ഒരു ഡയറക്ടറിന്റെ പടത്തിൽ ഇന്നത്തെ പല ആളുകൾക്കും അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല. എനിക്കതൊരു ക്ലോസ് സീൻ കിട്ടുകയും അദ്ദേഹം ആക്ഷൻ പറയുമ്പോൾ അഭിനയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കലാജീവിതത്തിലെ ചില ഗിഫ്റ്റുകൾ. ഇപ്പൊ ഞാൻ മമ്മൂക്കാടെ കാര്യം പറഞ്ഞല്ലോ, നമുക്കൊരു മെസ്സേജ് അതേപോലെ ഒന്നാണത്. എത്ര ചെറിയ വേഷമാണെങ്കിലും. അതിനുശേഷം എനിക്ക് രണ്ടാമത് പിന്നെ കുടമാറ്റം എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതേപോലെ ഒരു കുഞ്ഞു വേഷം കിട്ടി. സുന്ദർദാസ് സാറായിരുന്നു എൻ്റെ ഡയറക്ടർ. അതിനുശേഷം എനിക്ക് ചമയം എന്നുള്ള സിനിമയിൽ വീണ്ടും ഭരതേട്ടൻ്റെ വാപ്പാടെ കൂടെ പോയപ്പോൾ അന്ന് എനിക്ക് ഇതേപോലെ മനോജ് കെ ജയനായിട്ടുള്ളൊരു കോമ്പിനേഷൻ സീൻ എനിക്ക് കിട്ടി. ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്താണ് സ്ക്രീനിൽ നിന്ന് ചെയ്യുന്നത് എന്ന് എനിക്ക് നോക്കിക്കാണാനുള്ളൊരു ചാൻസ് ആയിരുന്നു. ഞാൻ അഭിനയിക്കാൻ നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, അപ്പം അതിലൊരുപാട് കുറവുകൾ എനിക്ക് കാണാൻ പറ്റി. പല സ്ഥലത്തും ഞാൻ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ നിൽക്കുന്ന ചില സംഗതികളൊക്കെ. അപ്പം എന്നെ ആർക്കും മനസ്സിലാവില്ല. നമ്മളെ ആർക്കും മനസ്സിലാവാതിരിക്കുകയും നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്തൊരു ചാൻസ് ആണ് ആ 3 സിനിമകൾ. അതിനുശേഷമാണ് ഇഷ്ടം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്കൊരു ക്യാരക്ടർ റോള് കിട്ടുന്നത്. അപ്പൊ ഈ 3 ചാൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറെ കൂടി വൃത്തിയിൽ ഇഷ്ടത്തിൽ ആ ഒരു ക്യാരക്ടർ ചെയ്യാൻ എനിക്ക് പറ്റി. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം അത്രയേ ഉള്ളൂ എൻ്റെ പരിചയം. ആ സമയത്ത് എനിക്ക് സിബി മലയിൽ എന്ന് പറയുന്ന ഒരു ലെജൻഡായിട്ടുള്ള മറ്റൊരു ഡയറക്ടർ, അദ്ദേഹത്തിന്റെ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഗിഫ്റ്റ് ആണല്ലോ. നമുക്ക് അങ്ങനെ ഒരു ക്യാരക്ടർ റോള് കിട്ടുന്നു, ദിലീപ് ഏട്ടന്റെ കൂടെ ഒരു കോമ്പിനേഷൻ കിട്ടുന്നു. അത്രയും ഹിറ്റായിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് ദിലീപ് ഏട്ടൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള എനിക്ക് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിമിഷങ്ങളാണ് അതൊക്കെ. അന്ന് കലവൂർ രവികുമാർ സാറാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്.
ഞാൻ രവിചേട്ടൻ എന്നാണ് വിളിക്കട്ടെ, വളരെ സൗഹൃദമുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റ് ദേവ് സാറാണ് അതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പോൾ ഇവരൊക്കെ നമ്മളൊരു പുതിയ ഒരാൾ കടന്നു വരുമ്പോൾ അത് പരിഗണിക്കുകയും ചെറിയ 1-2 സംഭവം ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അതൊന്നും കൂടിയൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് നമുക്ക് വേണ്ടി തരുകയും ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം എക്കാലത്തും എൻ്റെ എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ക്യാരക്ടർ വളരെ കുഞ്ഞാണെങ്കിലും എനിക്ക് വളരെ സന്തോഷം. ഇന്നും അതിൻ്റെ ചില ക്ലിപ്സൊക്കെ ഇങ്ങനെ ഈ കോമഡി സീൻസിൽ വരാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളിപ്പോ ചുരുങ്ങിയത് ഒരു 25 വർഷം കഴിഞ്ഞിട്ടുണ്ട് ആ സിനിമ കഴിഞ്ഞിട്ട്. ഈ 25 വർഷത്തിന് ശേഷവും നമ്മൾ സിനിമയ്ക്കകത്ത് നിൽക്കുന്നത് ഒരു പക്ഷെ ആ ഇഷ്ടം കാരണമായിരിക്കും. ഇഷ്ടത്തിന് ശേഷം പിന്നെ ഗ്രാമഫോൺ എന്ന് പറഞ്ഞ അതും കമൽ സാറിന്റെ പടമാണ്. അപ്പൊ എനിക്ക് വലിയ നല്ല ഡയറക്ടറുടെ കൂടെ എനിക്ക് ഒരു വേഷം ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. വലിയ സ്കൂളുകളാണത്. അപ്പൊ അവിടുത്തെ ഒരു പാഠങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു കടന്നു വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസറ്റാണത്. നമുക്ക് അവിടെ വേഷം ചെയ്ത് ഭയങ്കരമായിട്ട് പൊലിപ്പിക്കാനൊന്നും പറ്റിയില്ലെങ്കിലും നല്ല സ്കൂളുകളിലൂടെയാണ് നമ്മൾ കടന്നുള്ളത്. അതുപോലെ ജോഷി സാറിന്റെ പടം ചെയ്യാൻ പറ്റി. അങ്ങനെയൊക്കെയുള്ള അന്നത്തെ ലെജൻഡുകളായിട്ടുള്ള ആളുകളുടെ പടത്തില് മുഖം കാണിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം, അത്രയും വർഷങ്ങൾക്ക് ശേഷം പ്രാവിൻകൂട് ഷാപ്പ് എന്ന് പറഞ്ഞൊരു സിനിമ, ഞാൻ ചിലപ്പോൾ ഒരു പക്ഷെ ചാൻസ് ചോദിച്ചു കൊടുത്തൊന്നും എനിക്ക് പലപ്പോഴും വേഷം കിട്ടിയിട്ടില്ല. അതായത് ഒരു നല്ല ക്യാരക്ടർ നമ്മൾ ചോദിച്ചോടത്തല്ല കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഈ പറഞ്ഞ പോലെ അപ്രതീക്ഷിതമായിട്ടാണ് ചില വേഷങ്ങൾ വന്ന് അങ്ങനെ കിട്ടിയ ഒരു വേഷമാണ് പ്രാവിൻകൂട് ഷാപ്പ് എന്നുള്ള സിനിമയില് ഉള്ളൊരു ക്യാരക്ടർ. സിലോൺ മാമൻ എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ആ ഒരു ക്യാരക്ടർ ഞാൻ ഇതുവരെ സിനിമയിൽ ചെയ്തതിൽ നിന്നും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള, ശ്രീരാജാണ് അതിന്റെ ഡയറക്ടർ. പിന്നെ നമ്മുടെ അൻവർ റഷീദ് കമ്പനി സിനിമയാണ്. ആ സിനിമയുടെ സെറ്റില് നോർമലി നമ്മൾ നന്നായി പോകും എന്ന് പറഞ്ഞാല് റഷീദ് ഇപ്പോ അമ്പുക്ക എന്നാണ് വിളിക്കുക എല്ലാവരും. അമ്പുക്കാടൊക്കെ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹവും സപ്പോർട്ടിങ്ങും ഒക്കെ, അദ്ദേഹം അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടറും കൂടിയാണല്ലോ. അപ്പോൾ ആ ഒരു പടത്തിൽ എനിക്കൊരു നല്ല വേഷം, ഈ പ്രാവിൻകൂട് ഷാപ്പിൽ ഒരു 65 വയസ്സ് പ്രായമുള്ള ഒരാളെയാണ്. എൻ്റെ മുടിയൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ കുറച്ചും കൂടിയൊക്കെ ഇങ്ങനെ പെട്ടത്തലയായി താടിയൊക്കെ വെച്ച് കണ്ടിരുന്നു ആ സിനിമ. അപ്പൊ അങ്ങനെ ഒരു ഡിഫറെന്റ് ക്യാരക്ടർ നമുക്ക് ഇപ്പോഴും നമ്മളെ തേടി വരുന്നു. അത് ഞാൻ ചാൻസ് ചോദിച്ചിട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നതാണ്. അതെനിക്ക് വന്നാണ്. ഒരു 10-40 ദിവസത്തെ വർക്ക് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവെ ഈ ചാൻസ് ചോദിച്ച് ഇങ്ങനെ ചെല്ലല് എനിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. അത് എനിക്ക് അഹങ്കാരം കൊണ്ടല്ല, മറ്റുള്ള ഒരാളെ, അതായത് നമ്മൾ ശല്യം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നാറ്. നമ്മളൊരു സൗഹൃദം ഉണ്ട്, ആ ശല്യം കാരണം സൗഹൃദം ഒഴിവായി പോവാന്നുള്ള ഭയപ്പെടുന്ന ഒരാളെ ഞാൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇങ്ങനെ ചാൻസ് ചോദിക്കൽ പരിപാടി ഇല്ല. ഇങ്ങനെ വളരെ റെയറായിട്ട് വന്ന് അത് എനിക്ക് ദോഷം ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഓർത്ത് വെച്ച് നടക്കില്ലല്ലോ എല്ലാവരും. ഈ മേഖലയിൽ ഇഷ്ടംപോലെ ആളുകൾ ഉണ്ട്, നമ്മളെക്കാൾ കഴിവുള്ള ആളുകളുണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മളെ തെരഞ്ഞു പിടിച്ചൊരു വേഷം തരാനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അപൂർവമാണ്, ഈ ദൈവാധീനം പോലെയാണ് ചില വേഷങ്ങൾ വന്ന് ഭവിക്കണത്. അങ്ങനെയാണ് ഞാൻ ചെയ്തു പോകുന്നത്. പക്ഷെ അതൊരു നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മൾ ചോദിക്കണം, നമ്മൾ അവസരങ്ങൾ നമ്മൾ കടന്നു വരുന്ന സമയത്ത് അന്വേഷിക്കണം എന്നുള്ളൊരു അഭിപ്രായമാണ് എനിക്ക് ഇപ്പൊ പറയാനുള്ളത്. ഇല്ലെങ്കിൽ ഒരു സിനിമ ഇറങ്ങി 1 വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത സിനിമ ഇറങ്ങുള്ളൂ. അപ്പൊ പ്രേക്ഷകരുടെ ഇടയിൽ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോ അതൊരു നല്ല കാര്യമായിട്ടല്ല, പക്ഷെ എന്നെ കൊണ്ട് സാധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോ അപൂർവം ഇങ്ങനെ വന്ന് ഭവിച്ച ഒരു നിയോഗം പോലെ വന്ന് കിട്ടിയ വേഷങ്ങളാണ് ഞാൻ സിനിമയിൽ ചെയ്തിട്ടുള്ളത്. ദൈവാധീനം കൊണ്ട് ആരും നമ്മളെ വെറുത്തിട്ടില്ല. ഇപ്പോഴും പ്രേക്ഷകർക്ക് നമ്മൾ ഇഷ്ടമാണ്. ഈ മറിമായം പോലുള്ള ഒരു പ്രോഗ്രാം നമുക്ക് അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത് കൊണ്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി.
അപ്പോൾ പ്രേക്ഷകരുടെ ഇടയിൽ നമ്മൾ ഉണ്ട് എന്നറിയുന്നത് തന്നെ വലിയ സന്തോഷം.